വയനാട് കൽപ്പറ്റ പെരുന്തട്ടയിൽ വീണ്ടും വന്യമൃഗം പശുക്കിടാവിനെ കൊന്നുവെന്നൊരു വാർത്ത വരുന്നു. പെരുന്തട്ട സ്വദേശി ഷൺമുഖന്റെ പശുക്കിടാവിനെയാണ് കൊന്നത്. പ്രദേശത്തെ പുലി ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുലി ഇവിടെ ഡെയിലി ഉണ്ട്. ആ പാറിന്റെ നേരെ ദിവസമായിട്ട് ചെക്കന്മാർ പയ്യന്മാർ കാണുന്നുണ്ട്. രാത്രിയാകുമ്പോൾ എന്നിട്ട് ബാളൊക്കെ വെച്ചിട്ട് പോകുന്നതാണ്. ഫോറസ്റ്റായിട്ട് വിവരം പറയുന്നുണ്ട്. പക്ഷെ അത്രയൊരു മറ്റുള്ള ശല്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത് ഡെയിലി അവിടെ കാണലുണ്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു ഈ കൊട്ടയിൽ നിന്ന് ഒരു മൃഗത്തിനെ ഇതുപോലെ പിടിച്ചാണ്. ഇപ്പോൾ വീണ്ടും അതേ ഡേറ്റ് തന്നെ വന്നു. ഇതൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. ഇവിടെ ഇപ്പോൾ എസ്റ്റേറ്റിന്റെ കാടുകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ കാടൊക്കെ ഈ വർഷത്തെ കാടുകളൊക്കെ വെട്ടി ഇനി അപ്പുറത്തുണ്ട്. അതും ആ ഭാഗത്തുള്ളവരും ഇങ്ങനെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത വാർത്തയോട് വിവരങ്ങൾ ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ പെരുന്തട്ട എന്ന് പറയുന്നത് നേരത്തെയും പോലീസ് ശല്യമൊക്കെ ഉള്ള മേഖല തന്നെയാണോ? തീർച്ചയായും ഹാഷ്മി, പ്രവിത, ഈ മേഖലയിൽ നേരത്തെ പുലിശല്യമുണ്ട്. നിരവധി തവണ ഈ മൃഗങ്ങൾ, പുലി മാത്രമല്ല കടുവയുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ്. അവിടെ നിരന്തരം ഇത്തരത്തിൽ ഈ വളർത്തുമൃഗങ്ങൾ ആക്രമണത്തിന് ഇരയാകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഈ ഷൺമുഖന്റെ തൊഴുത്തിൽ കെട്ടിയ പശുക്കിടാവിനെയാണ് വന്യമൃഗം കൊന്നിരിക്കുന്നത്. പുലിയാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതേയുള്ളൂ. വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ എത്തുന്നതേയുള്ളൂ. നേരത്തെ, അതായത് ഇതേ തീയതിയിൽ, കഴിഞ്ഞ വർഷം ജനുവരി 26 തന്നെ സമാനമായ രീതിയിൽ തന്നെ ഇതേ ആലയിൽ നിന്ന് മറ്റൊരു പശുവിനെ കൊന്ന അനുഭവം കൂടിയുണ്ട്. അതേ തീയതിയിൽ തന്നെ അത് വീണ്ടും ഇത്തവണ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കൗതുകകരമായ കാര്യം. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പെരുന്തട്ട എന്ന് പറയുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് 4 പുലികളുടെ സാന്നിധ്യം ഒരേ സമയം, ഒരു 3 കുട്ടികളും ഒരു പുലിയും അതിന്റെ സാന്നിധ്യം ആ തൊട്ടടുത്തുള്ള പാറമടയ്ക്ക് മുകളിലുള്ള ഒരു പാറയ്ക്ക് മുകളിൽ നാട്ടുകാർ കണ്ടത്. അതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടി അന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഈ പെരുന്തട്ടയിൽ പുലി സാന്നിധ്യം അല്ലെങ്കിൽ വന്യമൃഗ സാന്നിധ്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെ ഈ പുലിയും ഒപ്പം തന്നെ കടുവയും തമ്മിൽ തല്ലുകൂടുന്ന ഒരു സംഭവം കൂടി ഉണ്ടായ ഒരു പ്രദേശം കൂടിയാണ് പെരുന്തട്ട. ഇത് എസ്റ്റേറ്റ് മേഖലയാണ്. നേരത്തെ എസ്റ്റേറ്റ് പരിപാലിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ പരിപാലിക്കുന്നുണ്ട്. എലക്ഷൻ എസ്റ്റേറ്റിന്റെ ഭാഗമായുള്ള പ്രദേശമാണ്. കൽപ്പറ്റ നഗരസഭയിൽ തന്നെ ഉൾപ്പെട്ട പ്രദേശമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു വന്യമൃഗ സാന്നിധ്യം കൂടി ഉണ്ടായിരിക്കുന്നത്. അതൊരു പശുക്കിടാവിനെ പാതി ഭക്ഷിച്ച നിലയിലാണ് കാണുന്നത്. കൂടുവെക്കണം എന്നുള്ള ഉൾപ്പെടെയുള്ള ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ആനശല്യവും ഉള്ള ഒരു പ്രദേശമാണിത്. ഹാഷ്മി, പ്രവിത. ഓക്കെ, അവിടെ നാട്ടുകാർ ആശങ്കയിലാണ്. അവിടുത്തെ അതിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് തന്നെ നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു പ്രതികരണം കൊടുക്കണം. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ 26/1/2025 ഈ തൊഴുത്തിൽ വെച്ച് തന്നെ ഇതേമാതിരി ഒരു കിടാരിനെ പിടിച്ചത്. പുലിയാണ് കടുവയാണെന്ന് അന്ന് സ്ഥിരീകരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇന്നുള്ളത്. 26/1/2026 അതേ തൊഴുത്തിൽ നിന്ന് അതേ ആളുടെ പശുക്കിടാവിനെ തന്നെയാണ് വീണ്ടും കടുവയാണ് പുലിയാണെന്നുള്ള വന്യമൃഗം പിടിച്ചിട്ടുള്ളത്. പിന്നെ 7 മണി to 7:15 ഇടയിൽ നമ്മൾ ഫോറസ്റ്റുകാരെല്ലാം വിളിച്ച് ഇതുവരെ ഒരു ഫോറസ്റ്റുകാരും പിന്നെ മറ്റുള്ളവരൊന്നും ഇവിടെ എത്തിയിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.